നമസ്കാരം. ദിവസങ്ങൾക്ക് മുൻപാണ് ദേശീയ മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നത്. രാജ്യത്തെ കലാപമുക്തമാക്കാൻ വേണ്ടിയുള്ള ഒരു നിയമനിർമ്മാണത്തിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. രാജ്യത്ത് മുൻകാലങ്ങളിലുണ്ടായ കലാപങ്ങൾ, സ്വാതന്ത്ര്യാനന്തരമുണ്ടായ ചെറിയ ചെറിയ സംഘർഷങ്ങൾ, കലാപങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് ഇനി രാജ്യം ഒരു കലാപത്തെ നേരിടരുത് എന്ന മുൻവിധിയോടുകൂടി കലാപങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഉണ്ടായ ഉടൻ തന്നെ നേരിടാനുള്ള ഒരു കർമ്മ പദ്ധതിക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രൂപം നൽകിയിരിക്കുന്നു. അതിനുവേണ്ടി ഒരു പ്രത്യേക ബോഡിയെ, ഒരു ഏജൻസിയെ രൂപീകരിച്ചിരിക്കുന്നു. ആ ഏജൻസി സമീപകാലത്തും വർഷങ്ങൾക്ക് മുൻപും രാജ്യത്ത് നടന്ന കലാപങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കും. ആ കലാപങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം, ആ കലാപങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ മറ്റ് അജണ്ടകൾ, ആ കലാപം ഉണ്ടായ ശേഷം അവർക്കെതിരെ എടുത്ത നടപടികൾ, ഇവർക്ക് മറ്റേതെങ്കിലും സംഘടനകളുമായോ പിന്നീട് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റികളുമായോ ബന്ധമുണ്ടോ തുടങ്ങിയവയൊക്കെയാണ് പ്രധാനമായും ഈ ഏജൻസി പരിശോധിക്കുന്നത്. ഇതിലൂടെ ഒരു കലാപം രൂപപ്പെടാനുള്ള സാഹചര്യം എങ്ങനെയൊക്കെയാണ്, ഏത് തരത്തിലാണ് ഒരു കലാപം അത് രാജ്യത്തെ വലിയൊരു പ്രശ്നമായി മാറുന്നത്, എത്ര പേർ സംഘടിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ സംഘടിക്കുമ്പോഴാണ് ഒരു ചെറിയ പ്രക്ഷോഭം കലാപത്തിലേക്ക് വഴിമാറുന്നത്, രൂപാന്തരം പ്രാപിക്കുന്നത്, ഇതൊക്കെ പഠിക്കുക എന്നതായിരുന്നു ഈ ഏജൻസിയുടെ ലക്ഷ്യം. ഈ വാർത്ത കർമ്മയടക്കമുള്ള മാധ്യമങ്ങൾ നൽകിയതുമാണ്. പക്ഷേ ആ തീരുമാനം എത്രത്തോളം ദീർഘവീക്ഷണത്തോടു കൂടി ഉള്ളതായിരുന്നു എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. 2 കലാപങ്ങളിൽ നിന്നാണ്, രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള 2 ശ്രമങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഭാരതം രക്ഷപ്പെട്ടത്. 24-ാം തീയതി ലഡാക്കിലെ ലേയിൽ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്ഷോഭം അത് കലാപത്തിലേക്ക് വഴിമാറുന്നു. ലഡാക്കിന് പ്രത്യേക സംസ്ഥാന പദവി വേണം, ലഡാക്കിന് സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം. ലഡാക്ക് 2019 മുതൽ കേന്ദ്രഭരണ പ്രദേശമാണ്. ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിന് ശേഷം ലേയെയും ജമ്മു കശ്മീരിനെയും 2 മേഖലകളാക്കി കേന്ദ്ര സർക്കാർ വിഭജിക്കുകയായിരുന്നു. അതിന് പിന്നാലെ ലഡാക്കിനും അതുപോലെ ജമ്മു കശ്മീരിനെയും കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റി. അന്ന് അതിനെ സ്വീകരിച്ച ഒരു പരിസ്ഥിതിവാദിയും ഒരു പുരോഗമനവാദിയുമായിരുന്നു സോനം വാങ്ചുക്ക്. എന്നാൽ കഴിഞ്ഞ 1-2 വർഷത്തിനിടയിൽ സോനം വാങ്ചുക്കിന്റെ സ്വഭാവം മാറി, താല്പര്യങ്ങൾ മാറി, നിലപാടുകൾ മാറി. സോനം വാങ്ചുക്കിന്റെ ഇപ്പോഴത്തെ ആവശ്യം ലഡാക്കിനെ ഒരു സ്വതന്ത്ര സംസ്ഥാനമാക്കി മാറ്റണം, ലഡാക്കിന് സ്വതന്ത്ര സംസ്ഥാന പദവി ലഭിക്കണം, അപ്പോൾ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാകും, അപ്പോൾ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും, അങ്ങനെ ജനങ്ങൾക്ക് വളരെ ഗുണമുണ്ടാകുമെന്നാണ് സോനം വാങ്ചുക്ക് വാദിക്കുന്നത്. അത്തരത്തിൽ ചില പ്രക്ഷോഭങ്ങളും ചില സഹന സമരങ്ങളും ചില നിരാഹാര സമരങ്ങളും ഒക്കെ നടന്നു വന്നു. എന്നാൽ 24-ാം തീയതി വളരെ പെട്ടെന്ന് ആ സമരം ഒരു കലാപത്തിലേക്ക് വഴിമാറി. ഇതിനു പിന്നിൽ പാകിസ്ഥാൻ, ചൈന അടക്കമുള്ള രാജ്യങ്ങളിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പിന്തുണയുണ്ട്. പാകിസ്ഥാന്റെ കൈകൾ കൃത്യമായി ഇതിന് പിന്നിലുണ്ടെന്ന് ഇന്ത്യയുടെ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തി. അതിനു മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള ചില സൂചനകൾ ഇന്ത്യക്ക് ലഭിച്ചിരുന്നു. അത് ഇസ്രായേലിന്റെ മൊസാദിൽ നിന്ന് ലഭിച്ചിരുന്നു. അതുമാത്രവുമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉണ്ടാക്കിയ ഒരു ഏജൻസിക്കും ഇത്തരം ചില വിഷയങ്ങൾ ലഭിച്ചിരുന്നു. അപ്പോൾ സസൂക്ഷ്മം ഈ സാഹചര്യത്തെ വീക്ഷിക്കുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. പിറ്റേ ദിവസം കലാപം പൊട്ടിപ്പുറപ്പെടാനിടയുണ്ട് എന്നുള്ള സൂചനകൾ ലഭിച്ചതോടുകൂടി ആഭ്യന്തര മന്ത്രാലയം സടകുടഞ്ഞെണീറ്റു. നമ്മുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയുമായും പ്രധാനമന്ത്രിയുമായും സംസാരിച്ചു. ഏത് തരത്തിൽ ഈ കലാപത്തെ അടിച്ചമർത്താം എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി അത് സേനയ്ക്ക് കൈമാറുകയും ചെയ്തു. കലാപം തുടങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ സൈന്യം കലാപത്തെ അടിച്ചമർത്തി. അതുകൊണ്ട് മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഇത് ഒരു ഉദാഹരണം. മറ്റൊന്ന്, ബറേലി, യുപിയിലെ ബറേലിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു കലാപത്തിൻ്റെ ഒരു സാധ്യത, ഒരു പ്രക്ഷോഭ കലാപത്തിലേക്ക് വഴിമാറിയത് കഴിഞ്ഞ ദിവസമാണ്. ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ അത് കുറച്ച് ദിവസമായി യുപിയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ്റെ ഭാഗമായി പോസ്റ്ററുകൾ പതിപ്പിക്കുന്നു. ആ പോസ്റ്ററുകൾ അന്യമതസ്ഥരുടെ, മറ്റ് ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ പതിപ്പിക്കുന്നു, സമീപം പതിപ്പിക്കുന്നു. അങ്ങനെ ബോധപൂർവം ഒരു സംഘർഷത്തിൻ്റെ അടിസ്ഥാന സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടന്നു വരികയായിരുന്നു. അത് കഴിഞ്ഞ ദിവസം, അതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ബറേലിയിലെ ഒരു പള്ളിയിലെ ഇമാം തന്നെ
പള്ളിയിൽ പ്രാർത്ഥിക്കുന്നു. ഐ ലവ് ക്യാമ്പയിൻ നമുക്ക് ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ നമുക്ക് വലിയ രീതിയിൽ നമുക്ക് കൊണ്ടുപോകണം. അത് ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? അതിനെന്തിനാണ് യു പി ഭരണകൂടം ഇങ്ങനെ എതിർക്കുന്നത്? അത് നമ്മൾ വ്യാപകമായതിലുള്ള പ്രതിഷേധം അറിയിക്കണം എന്ന് പറയുന്നു. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടുന്നു. പിന്നീട് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു, പ്രകോപനപരമായ പ്രസംഗങ്ങൾ ഉണ്ടാകുന്നു. ഒടുവിൽ പോലീസിനെതിരെ അതിരൂക്ഷമായ കല്ലേറുണ്ടാകും. പോലീസിനെ കടന്നാക്രമിക്കുന്ന 50-ലധികം പോലീസുകാർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ ഈ കലാപത്തെയും മണിക്കൂറുകൾക്കുള്ളിൽ യു പി പോലീസ് അടിച്ചൊതുക്കി. ഇവിടെയും ഇത്തരമൊരു കലാപം രൂപപ്പെടാനുള്ള സാഹചര്യമുണ്ട് എന്ന് കൃത്യമായ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് 2 കലാപങ്ങൾ, ഇതിനേക്കാൾ ചെറിയ പ്രക്ഷോഭങ്ങളാണ് നേപ്പാളിലെയും ബംഗ്ലാദേശിലെയും ശ്രീലങ്കയിലെയും രാഷ്ട്രീയ അട്ടിമറിക്ക് തന്നെ കാരണമായത്. അപ്പോൾ ഇത്തരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടാവുകയും അത് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുകയും ഇതെന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ലാതെ ഭരണകൂടവും പോലീസും പട്ടാളവും ഒക്കെ നോക്കി നിൽക്കുകയും ചെയ്താൽ നിമിഷങ്ങൾക്കുള്ളിൽ കാട്ടുതീ പോലെ ഈ കലാപം രാജ്യം മുഴുവൻ പടരും. അത്തരത്തിൽ കലാപം പടരുമ്പോൾ ക്ഷുദ്രശക്തികൾ അവസരം കാത്തിരിക്കുന്ന വൈദേശിക ശക്തികൾ അത് മുതലെടുക്കും, രാജ്യത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കും. പിന്നീട് ഈ തീവ്രശക്തികൾ ഈ ഭാരതം എന്ന രാജ്യത്തെ കൈയടക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം എത്രയോ വർഷങ്ങളായി അവർ കാത്തിരിക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യ ഒരു നേപ്പാളായില്ല, ഇന്ത്യ എന്തുകൊണ്ടൊരു ബംഗ്ലാദേശ് ആയില്ല എന്ന ചോദ്യത്തിന് ഉത്തരം, ദീർഘവീക്ഷണമുള്ള നേതാക്കളാണ് ഇന്ത്യ ഭരിക്കുന്നത്. നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെയാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ത്യയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ്. അവർ മുൻകൂട്ടി തന്നെ കലാപങ്ങൾ ഉണ്ടാക്കുകയും രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അവ കൃത്യമായി കൺട്രോൾ ചെയ്യാനുള്ള ബ്ലൂ പ്രിന്റ് സൈന്യത്തിന് കൊടുത്തു. കൃത്യമായ പദ്ധതി തയ്യാറാക്കി അവർക്ക് കൊടുത്തു. ഏത് കലാപത്തെയും എങ്ങനെ അടിച്ചമർത്തണമെന്ന് സംബന്ധിച്ച് കൃത്യമായൊരു ധാരണ സൈന്യത്തിന് കൊടുക്കാൻ ഭരണകൂടത്തിന് കഴിയും. അതുകൊണ്ടാണ് ഈ 2 കലാപങ്ങളും മണിക്കൂറുകൾക്കുള്ളിൽ അടിച്ചമർത്താൻ ഇന്ത്യയുടെ സൈന്യത്തിനും പോലീസിനും കഴിഞ്ഞത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, വിഘടനവാദികളെ, തീവ്രവാദികളെ, ഇത് നേപ്പാളോ ബംഗ്ലാദേശോ അല്ല, ഇത് ഭാരതമാണ്. നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ ഭാരതമാണ്. ഇവിടെ നിങ്ങൾ ഒരു കലാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ തലച്ചോറിലേക്ക് വെടിയുണ്ട കയറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.